ഇപ്പോൾ പോകുന്നത് ചെറിയ മരങ്ങളുടെ ഒരത്ഭുത ലോകത്തിലേക്കാണ്. ഇത് ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റി. ഫിലിം സിറ്റിയുടെ ബസ്സിൽ തന്നെയാണ് യാത്ര. ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ബസ് നിന്നു. എല്ലാവരും അവിടെ ഇറങ്ങി. മുന്നോട്ട് നടന്നു. പോകുന്നത് വാമൻ ഗാർഡനിലേക്കാണെന്നാണ് പറഞ്ഞത്. വാമൻ എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞത്. ഇതാണ് ആ ഗാർഡൻ. വലിയ മരങ്ങളെ ചെറിയ മരങ്ങളാക്കുന്ന ബോൺസായി ഗാർഡൻ. ഗളിവർ ലില്ലിപ്പുട്ടിൽ എത്തിയതുപോലെയുള്ള തോന്നലാണ് നമ്മളിവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുക. ലില്ലിപ്പുട്ടിൽ ചെറിയ മനുഷ്യരായിരുന്നെങ്കിൽ ഇവിടെ ചെറിയ മരങ്ങളാണ് ഉള്ളത്. ജപ്പാൻകാരുടെ ഇഷ്ടവിനോദമായിരുന്നു ബോൺസായി. ബോൺ എന്ന് പറഞ്ഞാൽ ചട്ടി, സായി എന്ന് പറഞ്ഞാൽ മരം, അതായത് ചട്ടിക്കകത്തെ മരം. ഒരു ബോൺസായിയുടെ ജീവിതം മുഴുവൻ ചട്ടിക്കകത്തായിരിക്കും. ചട്ടിയിൽ നിന്ന് എന്ന് മാറ്റുന്നുവോ അന്ന് ബോൺസായി ഒരു സാധാരണ മരമായി മാറും. ബോൺസായി ആക്കാൻ കൂടുതലും ആൽമരങ്ങളാണ് ഉപയോഗിക്കുക. പരന്ന ചട്ടിയിൽ നടന്നതാണ് നല്ലത്. ബോൺസായി ആകുന്നതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ഉയരം 1 മീറ്റർ വരെ ആകാം. അതിലും കൂടിയാൽ ബോൺസായി പതിവ് നഷ്ടമാകും. കയ്യിൽ ഒതുങ്ങുന്നതായിരിക്കണം ചെടിയും ചട്ടിയും. അതിനായി കമ്പുകൾ വെട്ടുകയോ വളയ്ക്കുകയോ പിരിക്കുകയോ ഒക്കെ ചെയ്യാം. ചെറിയ അലൂമിനിയം കമ്പി ഉപയോഗിച്ചാണ് വളയ്ക്കുന്നത്. ബോൺസായി ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് ജപ്പാൻകാരും ചെടികൾ വിൽക്കുന്ന നഴ്സറിക്കാരും പറയുന്നത്. അതുകൊണ്ടാവാം വീടുകളിലും ഓഫീസുകളിലും ഇത് വയ്ക്കുന്നത്. പിന്നെ പറയുന്നത് വീട്ടിലുള്ളവർക്ക് നല്ല ക്ഷമയുണ്ടാകുമെന്നാണ്. അത് ശരിയായിരിക്കാം. ഇതുപോലൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ നല്ല ക്ഷമയുള്ളവർക്കേ സാധിക്കൂ. ഇടയ്ക്കിടയ്ക്ക് ചട്ടി മാറണം, വേര് വെട്ടണം, കമ്പ് വെട്ടണം, നനയ്ക്കണം, അങ്ങനെ കുറേ പണികളുണ്ട്. ഇത് ഒന്നിലധികം തായ്തടികളുള്ള മരം. ഏതാനും മാസങ്ങൾ കൊണ്ട് ഏതു മരത്തെയും ഇതുപോലെ ഒതുക്കാം. പഴകും തോറും വീഞ്ഞിന് ലഹരി കൂടുമെന്ന് പറഞ്ഞതുപോലെ ബോൺസായി മരങ്ങളുടെ പ്രായം കൂടുന്നതനുസരിച്ച് വിലയും കൂടും. ആയിരങ്ങളിൽ തുടങ്ങി ലക്ഷങ്ങളിൽ വരെ എത്തുന്ന മരങ്ങളുണ്ട്. തായ്തടി നേരെ വളരുന്നവയും ചെരിഞ്ഞു വളരുന്നവയും ഉണ്ട്. ഇത് ഒറ്റത്തടി ബോൺസായി. ഓരോ ചെടിയും വ്യത്യസ്തമാണ്. ഇത് ഇരട്ടത്തടി ഉള്ളതാണ്. ഇവിടെ 150-ലധികം ബോൺസായി ചെടികളുണ്ട്. ആല്, തേക്ക്, ഓക്ക്, പിന്നെ പേരറിയാൻ പാടില്ലാത്ത കുറേ മരങ്ങൾ. ഒരു ബോൺസായി മരം നടാൻ പറ്റിയ സമയം 20 വർഷം മുൻപാണെന്ന് തമാശയായി പറയാറുണ്ട്. ഇത് കാണുന്നവർക്ക് ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നാതിരിക്കില്ല. ഇതെല്ലാം 20 വർഷങ്ങൾക്ക് മുകളിൽ പ്രായമുള്ളവയാണ്. ഷഷ്ടിപൂർത്തി ആഘോഷിച്ചവയും കൂട്ടത്തിലുണ്ട്. വലിയ മരങ്ങളുടെ അതേ സ്വഭാവം കാണിക്കുന്ന കുഞ്ഞൻ മരങ്ങൾ. ആകാശം മുട്ട വളരേണ്ട മരങ്ങളാണ് ഇങ്ങനെ ചെടിച്ചട്ടികളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. കാറ്റാടി മരം, തേക്ക്, നാരകം, വാളംപുളി, കുടംപുളി, പേര, നെല്ലി, അങ്ങനെ കറിവേപ്പ് വരെ ബോൺസായി ആക്കാം. മരങ്ങളുടെ വളർച്ച ഇങ്ങനെ മുരടിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നവരുമുണ്ട്. കെട്ടിടങ്ങളുടെ മുകളിലും മറ്റും വളരുന്ന ആലിൻ്റെ ചെടികൾ കളയാതെ ഒരു ചട്ടിയിലാക്കുക. അത് ക്ഷമ എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കും.